വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അധ്യാപകരെ പ്രതി ചേർത്ത് എഫ്ഐആർ രേഖപ്പെടുത്തി. സൈബർ സെല്ലിന്റെയും വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള 7 അംഗ പ്രത്യേക അന്വേഷണ സംഘം നിയോഗിച്ചതായും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. നിതിൻ രാജിന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. മൊബൈൽ ഫോണിലെ ചാറ്റും ശബ്ദ സന്ദേശങ്ങളും പോലീസ് പരിശോധിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. SC/ST അതിക്രമ നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കപ്പെട്ട അധ്യാപകരായ ഡോക്ടർ MK റാം, സംഗീത എന്നിവരടക്കം മുഴുവൻ പേരെയും പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. മുറിയിലുള്ളവരുടെയും ഹോസ്റ്റലിലുള്ളവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ സംഭവത്തിൽ വ്യക്തതയുള്ളൂ. കോളേജിലെ വിവിധ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആത്മഹത്യയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യമാണ് അറിയേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിതിൻ രാജിനെതിരെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഇന്ന് സൈബർ പോലീസിൽ പരാതി ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ ജനുവരിയിൽ നിതിൻ രാജ് ഒരു ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ കോളുകൾ വിദ്യാർത്ഥികൾക്ക് വന്നിരുന്നുവെന്ന് ഫോൺ പരിശോധിച്ചതിലൂടെ പോലീസിന് മനസ്സിലായി. കോളേജിലെ അധ്യാപികയുടെ നമ്പർ ലോൺ കൊടുത്ത ഏജൻസികൾക്ക് ലഭിക്കുകയും അധ്യാപികയെയും ലോൺ ഏജൻസി വിളിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 10-ാം തീയതി ഈ ലോൺ ഏജൻസിയിൽ നിന്ന് അധ്യാപികയ്ക്ക് നിരന്തരമായ കോളുകൾ വന്നിരുന്നുവെന്നും സൈബർ അന്വേഷണത്തിലൂടെ മനസ്സിലായെന്നും പോലീസ് പറഞ്ഞു. ലോൺ എടുക്കുമ്പോൾ ലോൺ ഏജൻസി സ്വമേധയാ കോൺടാക്ട് ആക്സസ് ചെയ്തതാവാനും സാധ്യതയുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ നിതിൻ രാജിനെ വിളിച്ച് ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ലഭിച്ചൊരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷെ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും പക്ഷെ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിന്റെ രേഖകളിൽ പോലീസ് സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിന്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിന്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകളുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ രേഖകൾ നമ്മുടെ കേസിലേക്ക് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ആ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കും. ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കോളേജിന്റെ മറ്റ് പ്രിമൈസസുമായി ബന്ധപ്പെട്ടിട്ടോ റാഗിങ്ങിന്റെ അലിഗേഷൻസ് ഇപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഏതൊക്കെ രീതിയിലേക്കുള്ള അലിഗേഷൻസ് ആണോ, ഏതൊക്കെ രീതിയിലേക്കുള്ളതാണോ അവർക്ക് എവിഡൻസ് ആയിട്ട് ഈ കേസിലേക്ക് നൽകാനുള്ളത് ആയതും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് മേൽപ്പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ അത്തരത്തിലുള്ള പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഓഡിയോ അതിൽ ഈ സ്റ്റാഫ് റൂമിനകത്ത് ഇങ്ങനെ കൂട്ടം ചേർന്ന് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്ഥലമായി മാറിയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മറ്റേ അധ്യാപകരുടെ പങ്കുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് വരിക. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വോയിസ് കോൺവെർസേഷൻ വന്നത് വളരെ സീരിയസ് ആയിട്ടാണ് പോലീസ് വിഷയത്തിൽ നോക്കിക്കാണുന്നത്. ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത് ഏത് കാലയളവിലുള്ള വോയിസ് ആണ് എന്നുള്ളതൊക്കെ ഒരു സൈബർ അനാലിസിസിലൂടെ മാത്രമേ ഏത് കാലയളവിലാണ് ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ വിഷയത്തിലേക്ക് വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോറൻസിക് എക്സാമിനേഷൻ വിധേയമാക്കുന്നത് വഴി മറ്റ് എവിഡൻസും കൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽ. വോയിസ് ഇതിന്റെ അടുത്ത ദിവസങ്ങളിലാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. അതിന്റെ എക്സാക്ട്ലി ഡേറ്റ് നമുക്ക് പരിശോധിച്ചതിലൂടെ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. നിലവിൽ ആ ഡേറ്റ് നമ്മൾ കൺഫേം ചെയ്തു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ആ ലോൺ ആപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോൺടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിന്റെ ആൾക്കാർ ഫോൺ